ഇല്ലിക്കലിൽ അവളും ഒരുക്കത്തിൽ തന്നെയാണ്. വല്യമ്മയുടെ വകയാണ് ആദ്യ ദിവസം കോളേജിൽ ഇടാനുള്ള ഡ്രസ്സ്. റെഡിയായി കഴിഞ്ഞ കണ്ണാടിയിൽ നോക്കിന്ന് പുഞ്ചിരിച്ചതും ആദ്യം കണ്ണിൽ പതിഞ്ഞത് കഴുത്തിലെ മഞ്ഞച്ചെടലിലേക്കാണ്. ആ നിമിഷം തന്നെ ചേർത്ത് പിടിച്ച് ഇമ്മച്ചിമ്മാതെ നോക്കിന്നവൻ്റെ മുഖം അവളിൽ തെളിഞ്ഞു വന്നു. ഒടുക്കം ഡ്രസ്സിനുള്ളിലായി അതും മറച്ചു വെച്ചുകൊണ്ടവൾ താഴേക്കിറങ്ങി. എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുന്നുണ്ട്. തന്നെ കാത്തിരിപ്പാണെന്ന് അവൾക്കറിയാം. അവൾ ഒരു ചിരിയുടെ അവർക്കരികിലേക്ക് ചെന്നു. മുത്തശ്ശനിൽ തുടങ്ങി ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ഓരോ വാക്ക് കഴിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞു കൊണ്ടവൾ കോളേജിലേക്ക് പുറപ്പെട്ടു. ആദ്യ ദിവസമായതുകൊണ്ട് ചെറിയ പപ്പയ്ക്കൊപ്പമാണ് പോകുന്നത്. കൂട്ടിന് വരണ്ടെന്ന് പറഞ്ഞ് വാശി കാണിച്ചിട്ടും അവളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന നിർബന്ധത്തിലാണ് വീട്ടിലുള്ളവരെല്ലാം. സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ടുള്ള അടിച്ചുപൊളിയൊന്നും വേണ്ടെന്ന് വാസുവമ്മ പറഞ്ഞതും മുഖം പിറപ്പിച്ച് പിടിച്ചാണ് പെണ്ണു പോകുന്നത്. ഡൽഹിയിലായിരുന്നപ്പോൾ ആർമി സ്കൂളിലായിരുന്നു കക്ഷി. ഏട്ടൻ്റെയും പപ്പയുടെയും അമ്മയുടെയും എന്ന് വേണ്ട ഇല്ലിക്കലുള്ള മുഴുവൻ പേരുടെയും പേരുള്ള പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടായിരുന്നു. പഠിക്കുമ്പോൾ പോലും തനിച്ച് കറങ്ങാനോ ഫ്രണ്ട്സുമായി അടിച്ചു പൊളിക്കാനോ ഒന്നും ഇന്നോളം അവസരം കിട്ടിയിട്ടില്ല. അതൊക്കെ നികത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ടുള്ള വരവ് പോലും. അതുകൊണ്ട് തന്നെ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആരും അറിയേണ്ടെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ മേലെയാണ് എല്ലാവരും കൂടി ആദ്യത്തെ ആണി അടിച്ചിരിക്കുന്നത്. തുമ്പിക്ക് അതിന് ദേഷ്യമാണ്. ഇതുപോലുള്ള കാര്യത്തിൽ അവളുടെ ആഗ്രഹത്തിനോ വാശിക്കൊപ്പം നിൽക്കാൻ അവർക്കുമാവില്ല. ചുറ്റും ശത്രുക്കളാണ് എല്ലാവർക്കും. പ്രൊഫഷൻ അങ്ങനെയുള്ളതായിരുന്നു ഓരോരുത്തരെയും. തുമ്പി തുമ്പി ഇതേ ചെറിയ പപ്പായ പുന്നാനും വേണ്ട കേട്ടോ, ഞാൻ നല്ല ദേഷ്യത്തിലാണ്. കവളി രണ്ടും വീർപ്പിച്ചു കൊണ്ടവൾ പറഞ്ഞതും അയാൾ ഒരു ചീരയുടെ അത്രമേൽ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. പപ്പയുടെ മോള് ഈ കാര്യത്തിൽ പിണങ്ങിയ ജീവിതകാലം മുഴുവനും പിണങ്ങേണ്ടി വരും. കാരണവും ഞങ്ങൾ പറയാതെ നിനക്കറിയാലോ. നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ആളുകളെ കാണിക്കാനോ ഒരു പ്രഹസനത്തിന് വേണ്ടിയോ അല്ല ഇതൊന്നും. നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും ഈ സമൂഹത്തിൽ അലങ്കരിക്കുന്ന സ്ഥാനം, പദവി, അതെല്ലാം അങ്ങനെയാണ്. സോ പപ്പയുടെ തുമ്പിമോള് വാശി പിടിക്കലേ. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കും കാണില്ലേ എൻ്റെ പേര് പോലെ പറന്ന് നടക്കാനുള്ള ആഗ്രഹം. തനിച്ചെങ്ങും വിടില്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും കൂടെ വന്നാൽ ഒരു പ്രൈവസിയും ഉണ്ടാവില്ല. അതിന് ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. സേതു ഒരു ചീറ്റിയോടെ പറഞ്ഞതും വേദം മിഴികൾ ഉയർത്തി നോക്കി. നിന്റെ കെട്ടിയവൻ അവിടെ കാണും. അവനോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ നടക്കും. ശരിക്കും? മിഴികൾ വിടർത്തിക്കൊണ്ടവൾ ചോദിച്ചതും ഒരു കണ്ണിറക്കി കാണിച്ച് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് സേതു ഡ്രൈവിംഗ് തുടർന്നു. നീ ഇതാരെ നോക്കി നിൽക്കുവാ? അതേ ക്ലാസ്സിൽ കയറണ്ടേ? ഗേറ്റിലേക്ക് മിഴികൾ പായിച്ച് ആരോ കാത്തുന്നതുപോലെ നിൽക്കുന്നവളെ കണ്ട് നന്ദന ഒരു സംശയത്തോടെ കാര്യം തിരക്കി. ഒരാളെ കാത്തു നിൽക്കുക, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ. ചെറുചീരിയുടെ പറയുന്നവളെ കാണെ ശിവദ എന്ന ശിവയുടെ മിഴികൾ ഉയർത്തി നോക്കിയിരുന്നു. ഇത് രണ്ടുപേരുമാണ് നമ്മുടെ ആദ്യക്കുട്ടിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ. +2 മുതലുള്ള കൂട്ടാണ് 3 പേരും. പാവമാണ് 2 പേരും. നന്ദന എന്ന നന്ദു ആളൊരു കാലിപ്പത്തിയാണ്. ഇഷ്ടമില്ലാത്തത് കണ്ട അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. ആദ്യ ആളൊരു വായാടി പെണ്ണാണ്. ഏട്ടന്മാരുടെ ചെല്ലക്കുട്ടിയായതുകൊണ്ട് തന്നെ കുറുമം കുസൃതിയും ആവോളമുണ്ട് കക്ഷിക്ക്. ഇതിന് നേർ വിപരീതമാണ് ശിവത എന്ന ശിവ, ഒരു പാവം മിണ്ടാപ്പൂച്ച. കളിയാക്കി പറഞ്ഞതല്ല, ആൾക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയില്ല. അവളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു പാട്ടിലെ ആദ്യ 2 പേർ തന്നെ ആവാം. ഒരു പൂച്ചക്കുഞ്ഞു. അവളെ ശബ്ദമാണ് ആദിയും നന്ദുവും. നന്ദുവിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെയുള്ളത് ഒരു ചേച്ചിയും. കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ ഏത് നിമിഷവും അറ്റുപോകാം എന്ന നിലയിലാണ് ചേച്ചിയുടെ താലി. പിന്നെ ശിവ, അമ്മ വീട്ടമ്മയാണ്. അച്ഛൻ ലോറി ഡ്രൈവറും. ഒരേ ഒരു മകളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രാണൻ തന്നെ അവളാണ്. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതാണ് കാത്തു നിൽക്കുന്നത്. തന്നെ സംശയത്തോടെ നോക്കുന്നവർക്കായി ഒരു ചിരിയോടെ ആദ്യം മറുപടി നൽകി. എന്ത് സർപ്രൈസ്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നന്ദുവിൻ്റെ ചോദ്യത്തിന് കുറുമ്പോടെ ആദ്യം മറുപടി നൽകിയതും മൂവരും ഗേറ്റിലേക്ക് കണ്ണു നട്ടിരുന്നു. വാഗമരത്തിന് താഴത്തൻ്റെ എൻഫീൽഡിൽ അവൾക്കായി കാത്തിരിപ്പാണ് ആയുഷ്. ഒപ്പം അഭിയുമുണ്ട്. ഇരുവരും മാത്രമാണ് ഇവിടെയും കൂട്ട്. അവർക്കിടയിലെ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ല. കണ്ണനും അവൻ്റെ അഫിയും ഏത് സമയം അടയും ചക്കരയും പോലെയാണെങ്കിൽ ചില നേരങ്ങളിൽ കീരിയും പാമ്പുമാകും. പരസ്പരം അത്രയും ഇഷ്ടമാണ് രണ്ടാൾക്കും. എൻ്റെ മീനു, ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ എന്തെങ്കിലും പറയോ നീ നിൻ്റെ ഇഷ്ടം? ആയുഷിലേക്ക് മെഴികൾ നട്ട് നിൽക്കുന്നവളെ കാണി അലീന ഒരു കുറുമ്പോടെ ചോദിച്ചു. ഡിഗ്രി 3rd ഇയർ ആണ് ഇരുവരും. ഇവിടെ ജോയിൻ ചെയ്ത് ആയുഷിനെ കണ്ടത് മുതൽ അവൾക്കുള്ളിൽ കയറി കൂടിയതാണ് അവൻ. വർഷം 3ആയി. ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിനെയും അടുപ്പിക്കാത്ത പ്രകൃതമാണ് അവന്. അതുകൊണ്ട് തന്നെ പ്രണയം പറഞ്ഞു ചെന്നാൽ അവിടെ നിന്നും ഒരു നോ മാത്രമേ പ്രതീക്ഷിക്കാൻ പോലുമുള്ളൂ. എങ്കിലും എന്തെങ്കിലും പറയണം.
സേതുവിൻ്റെ BMW ക്യാമ്പസിനകത്തേക്ക് കടന്നതും ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാം ശ്രദ്ധ അതിലേക്കായി. അവൻ്റെ ചുണ്ടിൽ അത്രമേൽ മനോഹരമായൊരു ചിരി കൂടി വിരിഞ്ഞു. ആദിയും അപ്പിയും ഒരു ചിരിയോടെ നിൽപ്പാണ്. ചുവന്ന വാഗപ്പൂക്കൾ കൊണ്ട് പരവതാനി തീർത്ത മണ്ണിലേക്ക് അവളുടെ കാലുകൾ വന്ന് പതിച്ചതും അവൾക്കായി കാത്തിരുന്നവൻ്റെ ഉള്ളം ഒന്ന് വിറച്ചു. ഒരു കുഞ്ഞു ചിരിയുടെ അകമ്പടിയോടെ പുറത്തേക്കിറങ്ങിയവളെ കാണി ഇമച്ചിയും മമ്മൂലും മറന്നുപോയവൻ. ചുറ്റും എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. ചുറ്റിലും ഒരു കൗതുകത്തോടെ അവളുടെ നീലം മിഴികൾ പാഞ്ഞു നടന്നു. ഒടുക്കം അത്രമേൽ പ്രിയപ്പെട്ടവനെ കണ്ടതും അവയൊന്ന് തിളങ്ങി. ചുണ്ടിൽ പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കവിളുകൾ തെളിയുന്ന നുണക്കുഴിയിലേക്ക് അവൻ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കി നിന്നു. സേതു കൂടി കാറിൽ നിന്നും ഇറങ്ങി അവളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നതും ആദ്യ അവർക്കരികിലേക്ക് ഓടി വന്നിരുന്നു. ഇരുവരുടെയും ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. തുമ്പി, എത്ര നേരമായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? നീ എന്താ വൈകിയേ? നിർത്താതെ സംസാരിക്കുന്നവളെ കാണി തുമ്പിക്ക് അവളോട് ഒത്തിരി സ്നേഹം തോന്നി. അതൊരു വലിയ കഥയാ മോളെ, ഇവളെ തന്നെ സമയം പോലെ പറഞ്ഞു തരും. തുമ്പി ഒന്നാക്കിക്കൊണ്ട് സേതു ഒരു കളിയോടെ ആദിയോട് പറഞ്ഞു. സേതു അല്ലെങ്കിലും ഒരു സംസാരപ്രിയനാണ്. ഒരു ബിസിനസ്മാന് വേണ്ട ഗൗരവം ഒന്നും മൂപ്പർക്കില്ല. തുമ്പിയുടെ ക്രൈം പാർട്ട്ണർ കൂടിയാണ് കക്ഷി. എന്നാ മോൾ ആദ്യം മോളോടൊപ്പം ചെല്. ചെറിയ പപ്പ എച്ചമ്മനെ ഒന്ന് കണ്ടുവരാം. ഓക്കെ പപ്പ, ശ്രദ്ധിക്കണേ. ഞാൻ ശ്രദ്ധിച്ചോളാം പപ്പയെ. ആദിയുടെ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് സേതു എച്ചമ്മൻ്റെ റൂമിലേക്ക് നടന്നു. ഓഫീസ് റൂമിൽ പ്രിൻസിയുമായി സംസാരിച്ചിരിപ്പാണ് സേതു. മേ ഐ കമിൻ സാർ? ആഹാ, വാടു, തന്നെ കാത്തിരിപ്പായിരുന്നു സാർ ഇതുവരെ. അകത്തേക്ക് വരുന്ന ആയുഷിനോടായി പ്രിൻസി പറഞ്ഞതും അവനൊരു ചിരിയോടെ സേതുവിനെ നോക്കി. ഹായ് അങ്കിൾ. അങ്കിളല്ല, ചെറിയ പപ്പ എന്ന തുമ്പി വിളിക്കുന്നേ. കണ്ണനും അങ്ങനെ തന്നെ വിളിക്കാം. സേതുവിൻ്റെ മറുപടിയിൽ അവനൊന്ന് ചിരിച്ചു. ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളുടെ മരുമകനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. തുമ്പിയെ ശ്രദ്ധിച്ചോണേ മോനെ, അവൾക്ക് ഇവിടെയൊന്നും അത്ര പരിചയമില്ല. ഞാൻ നോക്കിക്കോളാം. ചെറിയ പപ്പ ടെൻഷൻ ആവണ്ട. ചിരിയോടെയുള്ള അവൻ്റെ പെരുമാറ്റം സേതുവിൽ ഒത്തിരി സന്തോഷം നിറച്ചു. തന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടിരിക്കുന്നേ. ആളൊരു കലിപ്പനാണ്, ആരോടും ചിരിക്കില്ല, കോളേജ് ഹീറോ, കോളേജ് ചെയർമാൻ, അങ്ങനെ ഒത്തിരി കേട്ടു. സേതുവിൻ്റെ ചോദ്യത്തിൽ അവനൊന്ന് ചിരിച്ചു. വെറുതെ ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല. പിന്നെ ഞാനൊരു ഇൻട്രോവേർഡാണ്. അതുകൊണ്ട് തന്നെ പുതിയ കൂട്ടൊന്നും തേടി പോവാറില്ല. ഞാൻ കംഫർട്ട് ആവാത്തതുകൊണ്ടാണ്. ആഹാ, കൊള്ളാലോ. എന്നാൽ തനിക്ക് പറ്റിയ കൂട്ടാ ഞങ്ങളുടെ തുമ്പി. പേര് പോലെ തന്നെ അവളും. താൻ കുറച്ച് പാടുപെടും. സേതുവിൻ്റെ വാക്കുകൾ കേൾക്കെ അവനിൽ ഒരു ചിരി വിരിഞ്ഞു. ക്ലാസ്സിലേക്ക് കയറിയതും കുട്ടികളെല്ലാം അവളെ ഒട്ടൊരു കൗതുകത്തോടെ നോക്കി നിന്നു. ആരതിയും ഗ്യാങ്ങും മാത്രം അസൂയയുടെയും പുച്ഛത്തോടെയും നിൽപ്പായിരുന്നു. എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വേദ ആദിക്കൊപ്പം നടന്നു. നന്ദുവിൻ്റെയും ശിവയുടെയും അടുത്തെത്തിയതും തുമ്പിയെ ഇരുവർക്കുമായി ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തു. വല്ലാത്തൊരു അടുപ്പം അവളോടായി അവർക്കും തോന്നി തുടങ്ങിയിരുന്നു. തിരിച്ചും ക്ലാസ്സിലേക്ക് സാറ് വന്നതും 4 പേരും തങ്ങളുടെ സീറ്റിലായിരുന്നു. ക്ലാസ്സുകൾ എല്ലാം മുറ പോലെ നടന്നു. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് പോലും തുമ്പിയോട് ഭയവും ബഹുമാനവുമായിരുന്നു. ഒരു തരത്തിൽ അവൾക്കത് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ ആവശ്യപ്പെട്ടത് പോലും. ഇനി പറഞ്ഞിട്ട് കാറില്ലാത്തത് കൊണ്ട് മാത്രം എല്ലാം സഹിച്ചിരുന്നു. ആദ്യത്തെ 2 അവർ കഴിഞ്ഞതും 4 പേരും പുറത്തേക്കിറങ്ങി. കോളേജ് ചുറ്റും കാണുന്നതാണ് ലക്ഷ്യം. തുമ്പിയുടെ കൈകൾ ശിവയെ മുറുക്കെ പിടിച്ചിരുന്നു. ഒട്ടൊരു കൗതുകത്തോടെ അവളെ മുഖമുയർത്തി നോക്കി ശിവ. ചിരിയോടെ കണ്ണുകൾ ചിമ്മുന്നവളെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി നിന്നവൾ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തും സഹതാപമല്ല ആ കണ്ണുകളിൽ എന്ന് ശിവയും മനസ്സിലാക്കിയിരുന്നു. നടത്തത്തിനൊടുവിൽ തണൽ മരത്തിന് താഴെയുള്ള സിമെന്റ് ബെഞ്ചിലായി 4 കൂടി സ്ഥാനം പിടിച്ചു. ഇനി പറ തുമ്പി, എന്തൊക്കെയാ നിന്റെ വിശേഷം? ആദ്യം ഒരു ചിരിയോടെ ചോദിച്ചതും പെണ്ണിൻ്റെ ചൊടികൾ ഒന്ന് വിടർന്നു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു വിശേഷം ഉണ്ടായത് നിനക്കറിഞ്ഞൂടെ? കുറുമ്പോടെ ചോദിക്കുന്നവളെ ആദ്യം ചിരിയോടെ നോക്കി. 4 പേരും ഒരുപാട് സംസാരിച്ചു. ശിവയുടെ ഭാഷ എളുപ്പം മനസ്സിലാക്കുന്നവളെ നന്ദിയും ആദ്യം കൗതുകത്തോടെയാണ് നോക്കിയിരുന്നത്. നിനക്ക് ഇതൊക്കെ അറിയാം തുമ്പി? അറിയാം. എൻ്റെ അച്ഛനു വേണ്ടി പഠിച്ചതാ. അച്ചു? അതാരാ? പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. അവനും സംസാരിക്കാൻ കഴിയില്ല. ചെറുപ്പം മുതൽ ഒരുമിച്ച ഞങ്ങൾ, പഠിച്ചതും ഒരുമിച്ച. ഒരു നിമിഷം അച്ചുവിനെക്കുറിച്ച് വാചാലയാകുന്നവളെ മൂവരും നോക്കി നിന്നു. എന്നിട്ടാണോ അവനെ അവിടെ വിട്ടിട്ട് നീ തനിച്ചിങ്ങ് പോകുന്നത്? ഏയ് അല്ല, അവനും വരും. ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് ആള്. അതൊക്കെ തീർത്തിട്ട് ഓടി വരാമെന്ന് ഇന്നുകൂടി പ്രോമിസ് ചെയ്തതേയുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൺകുട്ടി കൂടി അല്ലേ? നന്ദ ചിരിയോടെ ചോദിച്ചതും തുമ്പി തലയാട്ടി. എന്തോ പറഞ്ഞ് ചിരിക്കുന്നവളെ ഇമച്ചിമാതെ നോക്കി നിന്നവൻ ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴിയും നിറയെ പേരുകളുള്ള നീല കണ്ണുകളും അവനിൽ ഒരുപാട് പ്രണയം നിറച്ചു. ആ കൊച്ചിൻ്റെ ചോര ഇങ്ങനെ ഊറ്റാതെ കണ്ണാ.
അഭിയുടെ കൗണ്ടർ വന്നതും കണ്ണൻ അവനെ കലിപ്പോടെ നോക്കി. നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് തന്നെ നാണം വരുന്നു. കണ്ണൻ വീണ്ടും കാലിപ്പായതും അഭി ഒരു ചിരിയോടെ തന്നെ ജോലി തുടർന്നു. ഫ്രീ ടൈം കഴിഞ്ഞതും 4 കൂടി ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങി. ഏറ്റവും പുറകിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങി തുമ്പിയെ പുറകിൽ നിന്നും ആരോ വലിച്ചുകൊണ്ട് തൊട്ടടുത്ത ക്ലാസ് റൂം തുറന്ന് അകത്തേക്ക് കയറ്റി. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ എന്താ നടന്നത് എന്നൊന്നും പെണ്ണിന് മനസ്സിലായില്ല. തുമ്പി ബോധം വന്നപ്പോൾ ഒച്ച വയ്ക്കാൻ തുടങ്ങിയതും അവൻ്റെ സ്വരം കാതിൽ പതിച്ചു. വിൻഡോയിലൂടെ വരുന്ന വെളിച്ചം മാത്രമേ ആ ഇരുട്ടുമുറിയിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും താനാണെന്നറിഞ്ഞപ്പോൾ വിടർന്ന നീലമിഴികൾ ആ കുഞ്ഞുവെട്ടത്തിലും അവൻ കണ്ടു. എന്തിനാ പിടിച്ചുകൊണ്ട് വന്നേ? ചുണ്ടു കുറിപ്പിച്ച് ചോദിക്കുന്നവളെ അവൻ അത്രമേൽ ഇഷ്ടത്തോടെ നോക്കി നിന്നു. അതെന്താ എനിക്ക് പിടിച്ചുവിടുന്നതിനെ? ഒരു പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നവനെ അവളും കുഞ്ഞൊരു കൗതുകത്തോടെ നോക്കി. എത്ര കണ്ടാലും മതി വരാത്ത പോലെ. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ കരിക്കിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നവൻ ഒരു കൈ കണ്ട് വെണ്ണ പോലുള്ള ആ കഴുത്തിൽ തൊട്ടു. അവളൊരു വിറയിലൂടെ അവനെ നോക്കി. ആ കണ്ണുകൾ അപ്പോഴും അവളിലായി എന്തോ തിരിയുന്ന തിരക്കിലായിരുന്നു. തേടിയതെന്തോ കിട്ടിയതുപോലെ ഡ്രസ്സിനടിയിലായി ഒളിപ്പിച്ചു വെച്ച ആ മഞ്ഞച്ചരട് വലിച്ചവൻ പുറത്തേക്കിട്ടു. അവളൊന്ന് ഞെട്ടി. ഇതല്ലേ ഞാൻ? പകുതിയിൽ വെച്ച് നിർത്തിയവൻ അവളെ നോക്കി. അവനിൽ മാത്രമായി മിഴികൾ ഉറപ്പിച്ചുകൊണ്ടവൾ അതിന്ന് തലയാട്ടി. പിന്നെ എന്തോ ഓർത്തതുപോലെ തൻ്റെ കഴുത്തിലായുള്ള ചെയിൻ ഊരിയെടുത്ത് അവൻ്റെ ഓരോ പ്രവൃത്തിയും തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നു. എൻ്റെ ഭാര്യയ്ക്കൊരു താലി, അതെന്നായാലും എൻ്റെ അധ്വാനത്തിൽ നിന്നും വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അവളുടെ നോട്ടത്തിന് മറുപടി എന്നതുപോലെ അവൻ പറഞ്ഞു തുടങ്ങി. ഇത് ഞാനും അഫിയും കൂടി വെക്കേഷന് പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അതിൽ നിന്നും കിട്ടിയ സേവിങ്സ് കൊണ്ട് വാങ്ങിയതാ. അപ്പയുടെ മുന്നിൽ കൈ നീട്ടാൻ ഒരു കുഞ്ഞു മടി. ഇപ്പോൾ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. പറഞ്ഞു നിർത്തി അവളെ ഇന്ന് നോക്കി. അവനെ തന്നെ മിഴികൾ ചിമ്മാതെ നോക്കി നിൽപ്പുണ്ട് പെണ്ണ്. അവനൊന്ന് ചിരിച്ചു. അതേ ചിരിയോടെ തന്നെ താലിയെടുത്ത് ചെയിനുള്ളിലൂടെ ഇട്ടുകൊണ്ട് കൊളുത്തു മുറുക്കി. പിന്നെ അതിൽ നിന്നും മഞ്ഞച്ചരട് മാത്രം അഴിച്ചെടുത്തു. അവൻ്റെ കഴുത്തിൽ ആ ചൂടിൽ വിയർപ്പിൽ അത്ര നേരം കിടന്ന ചെയിൻ ഇപ്പോൾ തൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ കണ്ടതും അവനിലൊരു ചിരി വിടർന്നു. തുമ്പി, എനിക്കറിയാം നിനക്ക് ഞാൻ ചേരില്ലെന്ന്. പക്ഷേ ആയുഷിൻ്റെ മനസ്സിൽ ആദ്യമായും അവസാനമായും സ്ഥാനം പിടിച്ചു പോയി നീ. കാമുകിയായോ കൂട്ടുകാരിയായോ അല്ല, ഭാര്യ. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രണയത്തിൻ്റെ അവകാശി. അതിമോഹമാണെന്നറിയാം. എങ്കിലും നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക്. ഇനി നിനക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഈ മുന്നിൽ പോലും വരാതിരുന്നോളാം. അന്നും എനിക്കുള്ളിൽ കാണും നീ ആരെന്നോ എന്തെന്നോ ഒന്നും അറിഞ്ഞ് സ്വന്തമാക്കിയതല്ല ഞാൻ. ഒരു പക്ഷേ അപ്പോഴേ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിലക്കിയാനാണ് ഞാൻ. ഓരോ നിമിഷവും അവനോടുള്ള പ്രണയത്തിന് മുകളിൽ ബഹുമാനം കൂടി നിറഞ്ഞു. എനിക്ക് അറിയില്ല ഇങ്ങനെയൊന്നും പറയാൻ. പക്ഷേ പണവും പദവിയും ഒന്നും എന്നെ ഭ്രമിപ്പിക്കില്ല. എന്നെ കടലോളം സ്നേഹിക്കുന്ന ഒരാൾ, മനസ്സിലാക്കുന്ന വിശ്വസിക്കുന്ന ഒരാൾ, ഈ താലിയുടെ അവകാശി ഞാനും മോഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും? ഒരു പുരുകം പൊക്കി കൂറുമ്പോടെ ചോദിക്കുന്നവനെ ചുണ്ടു കുറിപ്പിച്ച് നോക്കി നിന്നവൾ അവനൊരു ചിരിയോടെ അവളിലേക്ക് അടുത്തു. പുറകിലേക്കായി അവളും. ഒടുക്കം ഭിത്തിയിലായി വന്ന് തട്ടിയതും അവളൊരു ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കി. അതേ ചിരിയോടെ അവൾക്ക് ഇരുവശവുമായി കൈകുത്തി നിന്നവൻ ഹൃദയത്തിൽ ഒരു മഴക്കിള ആക്കം കൂട്ടുന്ന പോലെ, ശക്തമായ ഒരു മിന്നൽ പാഞ്ഞു കയറുന്ന പോലെ. ആദ്യമായാണ് ഇങ്ങനെയൊക്കെ തൻ്റെ ഹൃദയതാളം പോലും നിയന്ത്രിക്കുന്നത് ഒരാൾ. എന്തിനോ ഒരു വെപ്രാളം അവളെ വന്ന് പൊതിഞ്ഞു. ചൂട് രക്തം കവിളിലേക്ക് ഇരച്ചു കയറി. മങ്ങിയ വെളിച്ചത്തിലും അവൻ്റെ കണ്ണിൽ ആ കാഴ്ച നിറഞ്ഞു. താൻ അരികിൽ നിൽക്കുമ്പോൾ വിറയ്ക്കുന്ന പെണ്ണ്. അവൻ്റെ ചുണ്ടിലെ ചിരി പാടെ മാഞ്ഞു. കണ്ണുകളിൽ നിന്നും അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് ചെന്ന് നിന്നു. അവൻ്റെ നോട്ടം കണ്ടതും ഉടലൊന്നാകെ വിറയൽ പാഞ്ഞു കയറിയത് തുമ്പി അറിഞ്ഞു. ഇരുവരുടെയും ശ്വാസം കനതു. ആ മുറികളിൽ അവിടെ ഹൃദയം മിടിക്കുന്ന ശബ്ദം മാത്രം ഉയർന്നു കേൾക്കുന്ന പോലെ. വേദ. പതിയെ കാറ്റുപോലെ അവൻ്റെ ശബ്ദം തുമ്പിയുടെ കാതിലൂടെ ഹൃദയത്തിലേക്ക് എന്തോ പാഞ്ഞു കയറി. എന്നെ നോക്ക്. അത്രയും അടുത്ത് അവൻ്റെ ശ്വാസം. മിഴികൾ ഉയർത്തി നോക്കിപ്പോയവൾ. ആ കണ്ണുകൾ ഇപ്പോൾ തന്നിലാണ്. അതിൽ നിറയെ തന്നോടുള്ള പ്രണയമാണ്. ഒരു നിശ്വാസത്തിനപ്പുറം ഇരുവരും നോക്കി നിന്നു. അതരങ്ങൾ എന്തോ കൊതിക്കുന്ന പോലെ. അനുവാദത്തിനായി ആ കണ്ണുകളിലേക്ക് നോക്കിയവൻ. കൂമ്പിയടയുന്ന മിഴികൾ അവനുള്ള സമ്മതമായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി. ചുമരിലായി വച്ചിരുന്ന കൈകളിൽ ഒന്നവളെ ഇടുപ്പിലായി പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്തു. തുമ്പി അവൻ്റെ നെഞ്ചിലായി ഇടിച്ചു നിന്നു. തീയിൽ തൊട്ടതുപോലെ അവൾക്ക് പൊള്ളി. മറുകൈ കണ്ട് പൂവ് പോലുള്ള കവളിനെ പൊതിഞ്ഞു പിടിച്ചതും ഇരുവരുടെയും ഹൃദയതാളം പരസ്പരം കേൾക്കാവുന്ന പോലെ ഉയർന്നു.
ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന പെണ്ണിലേക്ക് ഒരിക്കൽ കൂടി നോട്ടം ചെന്നതും അടുത്ത നിമിഷം അവളുടെ അതിർത്തെ കടിച്ചെടുത്ത് നുണഞ്ഞവൻ പൂവിൽ നിന്നും തേൻ നുകർന്ന പോലെ പതിയെ അവളെ നോവിക്കാതെ ആർദ്രമായ ഒരു ചുംബനം. ചുണ്ടുകൾ ഒപ്പി വലിച്ചുകൊണ്ട് അവൻ്റെ നാവിനാൽ അവളെതിനെ ചുഴറ്റിയെടുത്തു. വിറച്ചുകൊണ്ട് അവൻ്റെ ഷട്ടിലെ പിടിമുറുക്കി തുമ്പി. ഒരു തൂവലിൻ്റെ കനം പോലും തനിക്കില്ലാത്തതുപോലെ എപ്പോഴോ അവളും തിരിച്ച് ചുംബിച്ചു തുടങ്ങിയിരുന്നു. അവൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു പോയി. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിലും ഇടുപ്പിലുമായി മുറുകി. പരസ്പരം വാശിയോടെ ഇരുവരും ചുംബിച്ചു. മിനിറ്റുകളുടെ ദൈർഘ്യം കൂടി വന്നു. ഒടുവിൽ എപ്പോഴോ ശ്വാസത്തിനായവൾ പിടഞ്ഞതും അടരാൻ മനസ്സിലാതെ അകന്നു മാറിയവൻ അടുത്ത നിമിഷം അവനെ മുറുകെ പുണർന്ന് ആ നെഞ്ചോട് ചേർന്ന് തുമ്പി. അവനും ചിരിയോടെ നിറമിഴികളോടെ അവളെയും ചേർത്ത് പിടിച്ചു.